കഴിഞ്ഞ കോവിഡ് കാലത്ത് എല്ലാ സന്നദ്ധ സംഘടനകളും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണമായിട്ടും മറ്റു സാമ്പത്തിക സഹായങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലും നമ്മളെ സമ്പന്നരായിട്ടുള്ള ആളുകളും LDFന്റെ പ്രവർത്തകരും പ്രവാസികളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കിറ്റ് വിതരണം ഞങ്ങൾ നടത്തിയിരുന്നു. 1,500 കിറ്റ് അന്ന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പല കുടുംബങ്ങളും. അല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് പുറമേ നിന്ന് കാണുന്ന കുടുംബങ്ങൾക്ക്. അങ്ങനെ ആ കിറ്റ് വിതരണം നടത്തി ഈ പറഞ്ഞ 10-20 ആൾ കൂടുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. അതിന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് ഈ കിറ്റ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഫണ്ട് തന്ന ഒരു വ്യക്തി, പല വ്യക്തികളിൽ ഒരു വ്യക്തി വളരെ പ്രകോപിതനായി സംസാരിച്ചു പോകും. അതിന് കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ഒരു അകന്ന ബന്ധത്തിലുള്ള ഒരു വീട്ടിലും ഞങ്ങൾ ഈ കിറ്റ് കൊടുക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞത് വെച്ചാൽ, നിങ്ങൾ എന്തിനാണ് അവിടെ കൊടുത്തത്? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ കുടുംബം പട്ടിണി എടുക്കാൻ പാടില്ല എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ കിറ്റ് കൊടുത്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ ആൾ വളരെയധികം പ്രകോപിതനായി. അങ്ങനെ ഞങ്ങളതിൽ വളരെ പ്രയാസപ്പെട്ടു. ഞങ്ങൾക്ക് വളരെ പ്രയാസം തോന്നി. കാരണം ഞങ്ങൾക്ക് പുറത്ത് നോക്കുമ്പോൾ അവിടെ പ്രയാസം ഉണ്ടെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ആ കിറ്റ് കൊടുത്തത്. പക്ഷേ ഇദ്ദേഹം ഈ പറഞ്ഞ ഡയലോഗാണ് അദ്ദേഹം വന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വിഷമം കൊണ്ട് പറഞ്ഞാണ് പറഞ്ഞു വന്നെന്തായാലും. ഇത്രയും ആത്മാഭിമാനമുള്ള നമ്മളുടെ മലയാളികളോടാണ് പറഞ്ഞത്, സർക്കാർ വക തരുന്ന വീടിന്റെ പുറത്ത് ഒരു കേന്ദ്രത്തിന്റെ ഒരു എംബ്ലം ഉണ്ടാവും. ഇതിനെന്താ തെറ്റ്? വീടിന്റെ പുറത്തൊരു എംബ്ലം വെക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റുന്നത്? 5 ലക്ഷത്തി ചില്ലാനം വീടുകൾ കഴിഞ്ഞ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് കണ്ട് കേരളത്തിൽ നിർമ്മിച്ചു കൊടുത്തു. ഒരു വീടിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു എംബ്ലം വെച്ചിരുന്നില്ല. ഇവര് പറയുന്നത് ഇങ്ങനെ എംബ്ലം വെക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ 5 ലക്ഷം വീടിന്റെ ചുറ്റോട്ടും വേണമെങ്കിൽ എല്ലാ LDFന്റെ എല്ലാ നേതാക്കന്മാരുടെ എംബ്ലോ കട്ടോട്ടോ എന്തൊച്ച വെക്കാമായിരുന്നു. പക്ഷെ അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പരിപാടിയും ചെയ്യില്ല എന്നുള്ളതാണ് അന്നത്തെ സർക്കാർ തീരുമാനം. 4 ലക്ഷം രൂപയാണ് LDF സർക്കാർ എന്ന് കൊടുത്തിരുന്നത്. അതിലേക്ക് 72,000 രൂപ കേന്ദ്ര സർക്കാർ വേണമെങ്കിൽ തരും, പക്ഷെ ഈ എംബ്ലോ വെക്കണം എന്ന് പറഞ്ഞു. അന്ന് പിണറായി വിജയൻ കൊടുത്ത മറുപടി, അത് അവരുടെ വീടാണ്, അവർ അങ്ങനെ എംബ്ലോ വെച്ച് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരുടെ വീടല്ല എന്ന് അവർക്ക് തോന്നും. എന്താണൊക്കെ പറയലേ? അതല്ലേ ഇടതുപക്ഷം എന്ന് പറഞ്ഞത്. LDFും UDFും എന്താണ് മാറ്റം എന്നുള്ളത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. LDF സർക്കാരിന്റെ കാലത്ത് വീട് കിട്ടിയ ഈ 5 ലക്ഷത്തി ചില്ലാനോ ആളുകളുണ്ടല്ലോ, അവരോട് പറയണേ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം നിങ്ങൾ സമൂഹത്തിൽ മറ്റൊരു പൗരന്മാരെ പോലെ ജീവിക്കേണ്ട അവസ്ഥയിൽ നിന്ന് പിണറായി വിജയന്റെ ഇച്ഛാശക്തി കൊണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള, ഒരു സംശയമില്ല. UDFനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വോട്ട് ചെയ്ത ആളുകളും അവരുടെയും കൂടി അഭിമാനത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇനിയും മനസ്സിലാകാത്ത ആളുകൾക്ക് പറഞ്ഞുതരാം. ഈ കൂളിംഗ് ഗ്ലാസ് ഉണ്ടല്ലോ, ഇതിന്റെ ഒരു സുഹൃത്തിന് അയച്ചെന്നാണ്. ഇതിന്റെ പുറത്ത് അവന്റെ ഫോട്ടോ അല്ലെങ്കിൽ അവൻ തന്നതാണെന്ന് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞാനിത് വെച്ചുകൊണ്ട് നടക്കും. അതിന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യില്ലേ? അപ്പൊ UDFനോട് പറയണമെന്ന് വെച്ചാൽ, നിങ്ങളെക്കാളും മികച്ചതാണ് എന്തുകൊണ്ടും LDF എന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് നിങ്ങളോട് നന്ദി.